നമസ്കാരം. ശക്തമായ ത്രികോണ മത്സരം. ഫലമറിയാൻ കേരളം ഏറ്റവും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ, ഹൈ വോൾട്ടേജ് പ്രചരണം, വിവാദങ്ങൾ. തൃശ്ശൂരിൽ പോരാട്ടം പൊടിപാറുകയാണ്. സുരേഷ് ഗോപിയിലൂടെ BJP ലീഡറുടെ മകനെ കളത്തിലിറക്കി UDF സർപ്രൈസ് സമ്മാനിക്കുന്നു. ജനകീയനായിട്ടുള്ള നേതാവിനെ രംഗത്തിറക്കി LDFും പോരിനിറങ്ങിയപ്പോൾ തൃശ്ശൂരിലെ മത്സരമെന്ന് തൃശ്ശൂരിൻ്റെ പ്രവചനം അസാധ്യമാവുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു നഗരമാണ് തൃശ്ശൂർ എന്ന് പറയപ്പെടുന്നത്. കേരളത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ജില്ലയുടെ ഭരണസിരാ കേന്ദ്രം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. തൃശ്ശൂർ നഗരം എന്ന് പറയപ്പെടുന്ന സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2.83 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. തേക്കിൻകാട് മൈതാനം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ കുന്നൻ പ്രദേശത്തിന് ചുറ്റുമായിട്ട് ഇങ്ങനെ തൃശ്ശൂർ നഗരം രൂപം കൊണ്ടിരിക്കുന്നത്. ഈ നഗരത്തിൻ്റെയൊക്കെ മധ്യഭാഗത്തായി ഒരു ചെറുകുന്നിൻ പുറത്ത് ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നു. തൃശ്ശൂർ ജില്ലയ്ക്ക് ആകെ 7 താലൂക്കുകളാണ്. തൃശ്ശൂരും, മുകുന്ദപുരം, ചാവക്കാട്, കൊടുങ്ങല്ലൂർ, തലപ്പള്ളി, ചാലക്കുടി, കുന്നംകുളമുള്ള ഇത്തരത്തിൽ ഇരിങ്ങാലക്കുട, ചാവക്കാട്, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, കുന്നംകുളം, ഗുരുവായൂർ, വടക്കാഞ്ചേരി എന്നിവയാണ് ഇതിൻ്റെ നഗരസഭകൾ എന്ന് പറയപ്പെടുന്നത്. ജില്ലയിൽ ആകെ 17 ബ്ലോക്ക് പഞ്ചായത്തുകളും 87 ഗ്രാമപഞ്ചായത്തുകളുമുണ്ട്. തൃശ്ശൂർ പൂരം, വെടിക്കെട്ട്, പുലിക്കളി ഇവയൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള നഗരം. തൃശ്ശൂർ നഗരം കോർപ്പറേഷൻ ഭരണത്തിലാണ്. ഇപ്പോഴും കോർപ്പറേഷൻ്റെ ഭരണാധികാരി മേയറാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത്. മുനിസിപ്പാലിറ്റി എന്ന് പറയപ്പെടുന്ന മേഖലകൾ ഒഴികെയുള്ള മറ്റു പ്രദേശങ്ങളുടെ ഭരണം നടത്തുന്നത് ജില്ലാ പഞ്ചായത്തിന് കീഴിൽ ബ്ലോക്ക് പഞ്ചായത്തുകളും മറ്റെല്ലാ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. തൃശ്ശൂർ ജില്ലയ്ക്ക് ആകെ 7 താലൂക്കുകൾ. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തൃശ്ശൂർ, മുകുന്ദപുരം, ചാവക്കാട്, കൊടുങ്ങല്ലൂർ, തലപ്പള്ളി, ചാലക്കുടി, കുന്നംകുളം. ഇവിടെ മാത്രമല്ല, ഈ ഇരിങ്ങാലക്കുടയും ചാവക്കാടും കൊടുങ്ങല്ലൂരും കാലക്കുടിയും കുന്നംകുളവും അടക്കം ഗുരുവായൂരും അടക്കമുള്ള വടക്കാഞ്ചേരി അടക്കമുള്ള ഇടങ്ങളിലാണ് ഈ മുനിസിപ്പാലിറ്റികൾക്ക് കൂടെ ചേർന്നുകൊണ്ടുള്ള 17 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 87 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ളവ താലൂക്ക് അടിസ്ഥാനപ്പെടുത്തിയും പട്ടണങ്ങളുടെ പ്രാധാന്യമനുസരിച്ചുമൊക്കെ ഭരണ സംവിധാനങ്ങൾ തരപ്പെടുത്തിയിരിക്കുന്ന ഒരിടമാണ് തൃശ്ശൂർ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നോട്ടമിട്ട് വച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ എന്ന് പറയേണ്ടി വരും. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIയുടെ രാജാജി മാത്യു തോമസിനെ 93,633 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അന്ന് കോൺഗ്രസിൻ്റെ TN പ്രതാപൻ പാർലമെൻറ്റിലേക്ക് ജയിച്ചു കയറിയത്. CPIക്ക് ഉണ്ടായിരുന്ന ഏക ലോക്സഭാ സീറ്റാണ് കോൺഗ്രസ് അന്ന് നേടിയെടുത്തത് എന്നുള്ളതാണ്. TN പ്രതാപൻ 4,17,089 വോട്ടും രാജാജി മാത്യു 3,21,456 വോട്ടുമാണ് നേടിയത്. BJP ഇറക്കിയ സുരേഷ് ഗോപി ആകട്ടെ 2,93,822 വോട്ടുകൾ നേടി. സിറ്റിംഗ് MP CN ജയദേവന് പകരമാണ് അന്ന് രാജാജി മാത്യുവിനെ LDF സ്ഥാനാർത്ഥിയാക്കിയത്. രാജാജി മാത്യു തോമസിനും സുരേഷ് ഗോപിക്കും ഇടയിലെ വോട്ട് വ്യത്യാസം എന്ന് പറയപ്പെടുന്ന 27,634. രാജാജിക്ക് ലഭിച്ചത് 3,21,456 വോട്ടും സുരേഷ് ഗോപിക്ക് 2,93,822 വോട്ടും. ഒട്ടേറെ പൂരങ്ങളും ഉത്സവങ്ങളും നടക്കുന്ന മണ്ഡലമായതിനാൽ തന്നെ മറ്റ് വിഷയങ്ങൾക്കൊപ്പം ശബരിമലയും അന്ന് ചർച്ചയായിരുന്നു എന്നുള്ളതാണ് മുഖ്യ ചർച്ചാ വിഷയമായി. തൃശ്ശൂരിൻ്റെ മണ്ണിൽ LDFിൻ്റെ P. ബാലചന്ദ്രനാണ് 2021 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വിജയക്കൊടി പാറിച്ചത്. ലീഡ് നില എന്ന് പറയുന്ന പലതവണ മാറി മറിഞ്ഞൊടുവിൽ വിജയം P. ബാലചന്ദ്രനൊപ്പം നിൽക്കുകയും ചെയ്തു. 1,115 വോട്ടുകൾക്ക് P. ബാലചന്ദ്രൻ വിജയിക്കുന്നു. അന്ന് UDFിൻ്റെ സ്ഥാനാർത്ഥി പത്മജ വേണുകുമാർ രണ്ടാമതും NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി മൂന്നാമതും സ്ഥാനത്തുമായി മാറി. പല സമയത്തും സുരേഷ് ഗോപി ഒന്നാം സ്ഥാനത്ത് എത്തിയെങ്കിൽ കൂടിയും അവസാനം ബാലചന്ദ്രനൊപ്പമായിരുന്നു അന്ന് വിജയമെന്ന് പറയപ്പെടുന്നു. മന്ത്രി VS സുനിൽകുമാറിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു തൃശ്ശൂർ. 2016 തെരഞ്ഞെടുപ്പുകളിൽ 50,664 വോട്ടുകളാണ് VS സുനിൽകുമാറിന് ലഭിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പത്മജ വേണുഗോപാലാണ് അന്ന് രണ്ടാമതെത്തിയത്. 46,677 വോട്ടുകളാണ് അവർക്ക് ലഭിച്ചത്. 24,740 വോട്ടുകൾ നേടി BJP സ്ഥാനാർത്ഥിയായ B. ഗോപാലകൃഷ്ണൻ മൂന്നാമതെത്തുകയും ചെയ്തു. കേരളത്തിലെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലമായിട്ടുള്ള തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കും അന്ന് അതിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള K. സുരേന്ദ്രൻ തന്നെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിക്ക് ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയപ്പെടുന്നത്, ആ ഇടപെടൽ മൂലം ജനപ്രീതി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. BJP നേതൃത്വം അതുതന്നെയാണ് അങ്ങനെ വിലയിരുത്തുന്നത്. 5 വർഷത്തേക്ക് തൃശ്ശൂർ മാത്രം തന്നാൽ പോരാ, കേരളം കൂടി തരണമെന്നാണ് നടൻ കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി പറയുന്നത്. 2024 താൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ച സുരേഷ് ഗോപിക്ക് എതിരാളികളായ TN പ്രതാപനും VS സുനിൽകുമാറും ആകും ഉണ്ടാവുക എന്നാണ് ആദ്യം കരുതിയിരുന്നതെങ്കിലും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയേക്കാൾ എന്തുകൊണ്ടും സ്വാധീനമുള്ള 2 പേരാണ് പ്രതാപനും സുനിലും എന്ന് പറയുന്നത്. ഓരോ വർഷവും കുടമാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന നഗരത്തിൽ താമരക്കുട വിരിയുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. കാരണം സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ലത്തീൻ കത്തോലിക്ക സഭകളടക്കമുള്ളവർ മുന്നിട്ടിറക്കുമോ? ഹിന്ദുവിൻ്റെ ഐക്യം അവിടെ ചർച്ച ചെയ്യപ്പെടുമോ? ഏതൊക്കെ തരത്തിലായിരിക്കും സഭകളുടെ പിന്തുണ ഉണ്ടാവുക? ആരൊക്കെയായിരിക്കും സുരേഷ് ഗോപിക്ക് വേണ്ടി വീറും വാശിയോടുകൂടി എത്തുക? മാത്രമല്ല, വോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം, അതായത് 26-ാം തീയതി വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് സമാഗതമാകുമ്പോൾ ഏത് തരത്തിലായിരിക്കും ജനങ്ങൾ പ്രതികരിക്കുക എന്നറിയേണ്ടതുണ്ട്.
അങ്ങനെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരനും ജനകീയനായിട്ടുള്ള മന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാറും ഒപ്പം ജനങ്ങളുടെ സ്റ്റാറായി മാറിയ സുരേഷ് ഗോപിയും ഒന്നിച്ച് ഏറ്റുമുട്ടുന്ന വളരെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ ബെന്നിക്കൊടി പാറിക്കുന്നത് ആരായിരിക്കും? സുരേഷ് ഗോപിയാകുമോ?